ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമസ്കാരം. പിന്നെ ഈ വീഡിയോ ഞങ്ങൾ ചെറിയൊരു ഗാർഡനിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഹസ്ബൻഡാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. അദ്ദേഹമാണ് ഓരോ ചെടി നോക്കി കണ്ട് വാങ്ങി ഇതുപോലെ ഇങ്ങനെ ആക്കി മാറ്റിയത്. പിന്നെ മോളും ഞാനും ചെറുങ്ങനെ വെള്ളമൊഴിച്ചെല്ലാം സഹായിക്കും, അത്രയേ ഉള്ളൂ. ഫുൾ ക്രെഡിറ്റ് ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ഇതെല്ലാം പല സ്ഥലത്തു നിന്നായിട്ട് വാങ്ങിയ ചെടികളാണ്. ഇതിൻ്റെയൊക്കെ പേരെല്ലാം എനിക്കറിയത്തില്ല. അറിയാവുന്ന പേരുകൾ പറഞ്ഞുതരാം പിന്നീട്. ഞങ്ങൾ ഗാർഡൻ സെറ്റാക്കിയിട്ടില്ല, അതിന് വേണ്ടി കുറേ ചെടികൾ കളക്ട് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വളർത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇതിന് മെയിനായിട്ട് വളം ആയിട്ട് അങ്ങനെ ഇടാറില്ല. ഈ പച്ചക്കറീൻ്റെ ബാക്കി വരുന്ന പീസസും വേസ്റ്റും അങ്ങനെ ഫുഡ് വേസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ കമ്പോസ്റ്റ് പോലെ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ചെടീൻ്റെ തന്നെ ഇട്ട് കൊടുക്കും, അപ്പോൾ അതന്നെ അവിടെ കമ്പോസ്റ്റായിട്ട് മാറുമല്ലോ. പിന്നെ പലതരത്തിലുള്ള റോസും പിന്നെ പേപ്പർ ഫ്ലവർ അങ്ങനത്തെ പലതരത്തിലുള്ള ചെടികളും ഇല്ലേ, അത് പല കളേഴ്സിൽ അങ്ങനെയൊക്കെ ഇല്ലയാണ്. ഇപ്പോൾ ഗാർഡനിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് ചെറിയൊരു മല പോലെ ആക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ചെറിയ മണ്ണ് കൊണ്ടിടുകയും ചുറ്റും ഇങ്ങനെ കല്ല് വയ്ക്കുകയും പെയിൻ്റ് അടിക്കുകയും പുല്ല് നട്ടുപിടിപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. അതേപോലെ തന്നെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു നടപ്പാത പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അതിൽ പൈപ്പും കമ്പിയും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഷോപ്പിൽ ബാക്കി വരുന്ന പീസസ് ഉണ്ടാവുമല്ലോ, അതിന് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ കൂടി പുല്ല് വെച്ച് പിടിപ്പിക്കും. സൈഡിലെ ഇഷ്ടിക കട്ടകൾ കൊണ്ട് കണക്ക് കെട്ടി വെച്ച് പെയിൻറ്റ് ചെയ്തതാണ് കാണുന്നത്. അത് നല്ല ഭംഗി തോന്നി, നല്ല ക്രിയേറ്റീവായിട്ട് തോന്നി. അങ്ങനെ പല ക്രിയേറ്റിവിറ്റിയും ഇനി വരാണ്ടത്രേ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാം പൂച്ചട്ടിയിൽ വെക്കാൻ കാരണം വെച്ചാൽ മാറ്റാനുള്ള സൗകര്യത്തിൽ നമുക്കിപ്പോൾ ഇവിടെയല്ല വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വെച്ചാൽ വേഗം മാറ്റാമല്ലോ. അതുകൊണ്ട് കൂടിയാണ് പൂച്ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. നിലത്ത് തന്നെ ആകുമ്പോൾ എല്ലാ ചെടികളും മാറ്റാൻ പറ്റില്ലല്ലോ, കുറച്ച് ചെടികൾ നിലത്തും അങ്ങനെയാണ് ഇപ്പോൾ സെറ്റാക്കിയില്ലേ. ഇനിയും കുറേ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഒന്ന് മണ്ണെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെയാണ് കോൺട്രിബ്യൂഷൻ. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ദിനേശ് കുമാർ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ചുറ്റോടും കഴുങ്ങും തൈയെല്ലാം നട്ടിട്ടുണ്ട് ഒരു തണുപ്പിന് വേണ്ടി. പിന്നെ പുതിയ വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റും കാണാം. ബൈ.